ഫ്രണ്ടാ ബാക്കാണ്. ഡൂഡ് കുറച്ച് വീടാണ് ഗൈസ്. ഏതേതോ തീരങ്ങളിൽ. യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നാണ് നമ്മുടെ ഇവന്റ്. ഞാൻ എഴുന്നേറ്റ് ഇന്ന് നോക്ക്, രണ്ടുപേര് പോത്ത് പോലെ കിടന്നുറങ്ങി. മൂട് അനങ്ങുന്നേ ഇല്ല. നമുക്ക് സമയത്തിന് പോവണ്ടേ? ഇന്നലെ നൈറ്റ് വൻ കോമഡി ആയിരുന്നു. കാരണം ഇന്നലെ നൈറ്റ് അർജന്റീന കളി ഉണ്ടായിരുന്നു. ഇവരെല്ലാരും അർജന്റീന ഫാൻസ്, പിന്നെ അവര് കൊമ്പനും ടീമൊക്കെ പോർച്ചുഗൽ ഫാൻസ്. അടിപൊളിയായിരുന്നു. വൻ യുദ്ധം നടന്നു ഇവിടെ. പാവപ്പെട്ട ടീമിന്റെ ഒപ്പം അപ്പൊ അർജന്റീന ജയിച്ചു. ഈ പോർച്ചുഗൽ കൂടെ ജയിച്ച സമാധാനാവും അല്ലേ? നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൊമ്പനും ഗ്യാങ്ങും ചത്തി. ഞങ്ങൾ റെഡിയായി, നമ്മുടെ ചെറുക്കന്മാര് പോയി. ബോയ്സ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പെട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് റെഡി ആയിട്ടൊക്കെ നമുക്ക് പയ്യെ പോയാൽ പറഞ്ഞത്. അതിന്റെ ഇടയിൽ നമുക്കൊരു പർച്ചേസ് ഉണ്ട്. പർച്ചേസിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് വേണം. തേങ്ങയായാലും കുറച്ച് സാധനം വാങ്ങാൻ. അതുകൊണ്ട് നമ്മൾ ഗാന്ധിജിയുടെ സമരത്തിന് പോണ പോലെ. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഞങ്ങള് ഡ്രസ്സ് മാറ്റി. ഞാൻ എന്റെ ഡ്രസ്സ്, ഈ ഡ്രസ്സല്ല കോസ്റ്റ്യൂം എടുത്തത്. ഞാൻ ഡ്രസ് എടുത്തു. ദണ്ഡി യാത്രക്ക് പോകുമ്പോ ഗാന്ധിജിയോട് നമ്മളെങ്ങനെ ഞാൻ എടുത്ത വേറെ അങ്ങോട്ട് പോകുമ്പോ ഇടാൻ വേണ്ടി ഒരു ജാക്കറ്റ്. ഇപ്പൊ കണ്ട സെയിം ടച്ച് ആയില്ല എല്ലാരും. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഭയങ്കര സൗണ്ട്. മൈക്ക് ഞങ്ങൾ വായന്റെ അകത്തൊക്കെ വെച്ചിരിക്കുന്നത് ഒരു ഇവന്റിനൊന്നും അറിയാലോ. എന്തായാലും പിന്നെ സ്പീക്കർ എല്ലാം കൂടെ പാട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാറ്. എന്തായാലും നോക്കാം. താത്ത എന്തായാലും കിട്ടില്ലായിരിക്കും എന്നാണ് നമ്മുടെ ഐഡി കാർഡ്. നിങ്ങൾ മാത്രം സെറ്റ് ആയാൽ മതിയോ? നമ്മളെ സെറ്റ് ആക്കണ്ടേ? നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ പറയും. S22 Ultra. ചേട്ടനിൽ ഇപ്പൊ ഏതിരിക്കുന്നു? എന്റെ കയ്യില് Pixel 7 Pro S22 Ultra. ഇവിടെ ഐഫോൺ ആയിരിക്കും. ഇവിടെ S22 Plus. ഇപ്പൊ എല്ലാരും ഫുൾ സാംസങ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നലെ ടൈം സ്പെൻഡ് ചെയ്ത ബൂട്ട് ക്യാമ്പ് നമ്മൾ ഇന്നലെ ഫുൾ ടൈം അവരുടെ കൂടെയായിരുന്നു. ഈ ഒരു 3.0 സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ നമുക്കും സന്തോഷം. ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളുടെ പാട്ടൊന്നും അറിയില്ല, എനിക്ക് മാത്രമേ പാട്ട് അറിയാവൂ. ഒന്നും വിചാരിക്കരുതേ. Or
books are ready. Gaming. ചട്ടപീസ് ഒന്നും പറയല്ല ഗൈസ്, ഒന്നും പറയല്ല, അടിപൊളിയാണ്, പൊളിയാണ്, വൈബാണ് അല്ലേ, ഡാൻസ് ഒക്കെ പൊളിയാണ്, ഞാൻ കാണാറുണ്ട്, ചില്ലാണ്, നമുക്ക് വീണ്ടും വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം. ഉത്സവം കലക്കാൻ വന്ന തെണ്ടുകളെ, നിങ്ങളെയും കാത്ത് നാടൻ ബോംബിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട്. ചട്ടമ്പീസ് വന്നപ്പം അത് വേറെ ലെവലായി. നിങ്ങൾ ലാസ്റ്റ് വന്നപ്പോൾ കലാശം കൊണ്ട് പൊളിച്ച്, ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും കാണാറുണ്ട്, പക്ഷെ ഞാൻ Eagle is coming, that's the mind. Eagle is coming. അത്ര മാത്രമേ കേറത്തുള്ളൂ. ഹലോ ഹോസ്റ്റലിലാണല്ലേ? നിങ്ങള് ട്രിവാൻഡ്രം അല്ലേ? എന്റെ സ്ഥലം പത്തനംതിട്ട. അവനും കളിക്കാറൊക്കെയാണോ? ഗെയിം കളിക്കാറുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, കളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ക്വാളിറ്റി പി സി ബിൽഡിംഗ് ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് കണ്ടു കാണില്ല. നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാം, നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റ്സ് കിട്ടി. ടീഷർട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം വാലറന്റ്. ഇപ്പൊ കറന്റ് വാലറന്റ്. കൂടുതൽ ഷോർട്സ് ഒക്കെയാണ് കാണാറ്, ഷോർട്സ് വരുന്ന കാണാറ്. നൈസാണ്, നല്ല പൊളിയാണ്. എല്ലാവർക്കും നന്ദി. എന്റെ ഈ ലൈഫിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരാളായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നു, പക്ഷേ ഇത്രയും പേര് ഒരുമിച്ച് വന്നൊരു ടീമായിട്ട് സപ്പോർട്ട് ചെയ്ത ടീം ചട്ടമ്പീസ്. പ്ലീസ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് തന്നതിനും നമ്മൾ താങ്ക്സ് പറയാണ് ഡി ബോക്സിനോട്, ഫോക്കസ് ഒരുപാട് ഇന്നലെ ആ റൂമിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് തോറ്റ പോയി. ഹലോ ഹലോ ഗണഗണമന അതിനായക ജയ ഹേ. ഏതേതോ തീരങ്ങളിൽ
നമ്മൾ ഡിന്നറിന് പോകുന്ന ഗായ്സ് ആരുമായിട്ട് ഞങ്ങൾ പോകുന്നില്ല. അതിവിടെ പറ്റത്തില്ല, ഇടയിൽ കയറൽ ഇവിടെ ഡൂഡേട്ടൻ പോകുന്നു ഗായ്സ്. തന്നിട്ടില്ലേ പോകുന്നു? അങ്ങനെയല്ലേ നമ്മള് നീ എടുത്തോ, ആർക്കില്ല കാരണം എല്ലാരും കേൾക്കണേ. ഡാൻസ് കളിക്കാന്നാണ് പറഞ്ഞത്. എല്ലാരും ശ്രദ്ധിക്കണം. മൈക്ക് കൊടുക്കും, അവൻ സംസാരിച്ചിരിക്കും. അതല്ലേ കണ്ണുകളൊക്കെ ലാസ്റ്റ് ഗായ്സ് നമ്മൾ എന്റെ കാറിൽ നിന്ന് കൈ എന്താണ് കേട്ടില്ല. എന്റെ കാറിൽ നിന്ന് കൈ എടുക്കും. ആക്ച്വലി ഇത് എന്റെ കാറാണ്. പിന്നെ ഞാൻ ഡ്യൂഡിന് ഇടക്കിടക്ക് കൊടുക്കാറുണ്ട് കൊച്ചിയിൽ വരുമ്പോ. അങ്ങനെയല്ല പൊട്ടിക്കണ, അങ്ങനെയല്ല അനന്തു. ഞാൻ വണ്ടർലയിലായോ? ഒരു മാലപ്പടക്കം ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. ഗായ്സ് ഡൂഡ് കുറച്ച് സ്പീഡാണ് ഗായ്സ്. കുറച്ചധികം അർപ്പിയല്ലേ അത്? പങ്ക് മുട്ടമാടി മച്ചി മുട്ടമാടി മാത്രം ഞങ്ങൾക്ക് തരൂ. മൊട്ടമാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോളർ കോസ്റ്റർ പോലെ ഇരിക്കുന്നു. വേണ്ട. ബൈ താങ്ക്സ് ഫോർ എ ബിഗ് റൈഡ് മാൻ. ഞങ്ങളൊന്ന് ഇറക്കി തരുമോ? എടുക്കണം അറിയാവട്ടെ. എന്റെ മോനെ വേറെ സെറ്റപ്പ്. സീറ്റ് ബെൽറ്റ് കൊണ്ടുണ്ടല്ലോ നൈസായിട്ട് ഒതുങ്ങി സെറ്റപ്പ് ആയിട്ട് സീറ്റ് ബെൽറ്റ് നമുക്ക് പറ്റിയില്ല. എന്റെ മോനെ ഇപ്പഴാണ് ശരി. അയ്യോ യാതോ ഓപ്പണാ കിടപ്പുണ്ട്. ഇതാണല്ലേ എന്റെ മോനെ ഇജാതി. എന്റെ വണ്ടീനെ ഇരട്ടി പോളിയാ ഒരെണ്ണം എടുക്കണ്ടേ? മോനെ ഈ RGB അളിയാ ഇങ്ങ് നോക്ക്. ഞാൻ കളർ മാറ്റി കളിക്കാൻ പോകുന്നു. കയ്യില് കളർ മാറ്റാം മൊത്തം. എനിക്ക് ലുക്കാണ് എന്ത് പ്രീമിയം ലുക്കടാ ഇത് അല്ലേ? ഇതിന്റെ പക്ക കറക്റ്റ് പവർ ഫിഗറും കാര്യങ്ങളും. എടാ വ്ലോഗ് എടുക്കാൻ കൊള്ളാം കേട്ടോ വണ്ടി. എവിടെ നോക്കിയാലും ലൈറ്റ് നല്ല പൈസ കാണുന്നുണ്ട്. ഞാനാണ് ആക്ച്വലി കാർ ഡ്രൈവ് ചെയ്ത് ആൾക്കാരെ പേടിപ്പിക്കാനുള്ളത്. ഞാൻ പോണ്ടറാ. എനിക്ക് വലിക്കാൻ പറ്റുന്നു. ഞാനാണ് വലിക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് ഇരിക്കുന്നു. ഇങ്ങനെ വെച്ചാൽ സ്വിച്ച് തോന്നി. മെയിൻ ആയിട്ട് കേൾക്കണ്ടല്ലേ പാട്ട് സിസ്റ്റം. നൈറ്റ് ആയിരുന്നല്ലോ ഓട്ടോ ഇട്ടോ വർക്കാവോ? ഓട്ടോ വർക്ക് ലൈനും പിന്നെ ഇത് അതിന് ഇറങ്ങുന്ന സമയം ഡോറിന് ചാരി മതി. ഓട്ടോ ലോക്കാവും. ലോക്കായി അളിയാ ലോക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ഫാൻ. അവിടെ ഒത്തിരി പേരുണ്ട്. ഗെയിമേഴ്സ് ഒത്തിരി പേരുണ്ട്. ഒറിജിനൽ പടം ഇവിടിപ്പോ കഴിക്കാനുണ്ട് കോടല് കരിയുന്ന പോലെ.
you Leslie, thank you so much. നീ മറന്നോ പോയൊരു നാൾ നീരില് പോലെ നാം ഇരുപേ ഒത്തുകളിയിലൊത്തുചേർന്നു ഏറിയ നാള് പോയതല്ലേ അന്ന് നീ കടിച്ചു പാതി തന്നു പൊന്നുകിനാവിൻ കണ്ണിമകം ഓർത്തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ നേരിടുമ്പോ നീ പച്ചത്തൊരു താഴ്സുന്നലിരുന്നു കിളി ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താത്തെ പഴമേ എന്നെ കാത്തുവച്ചോ. നമ്മള് ഫുഡ് എല്ലാം കഴിച്ചു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്താ ഒരു ഒത്തൊരുമ, എന്നെ ഒട്ടിരുമ. എല്ലാവരും സംസാരിക്കാതെ ഞാനേ പണ്ടെന്ന് പറയുമ്പോൾ 2 വർഷം മുമ്പ് ഇവന്മാർ 2 ഗെയിം കളിക്കുമായിരുന്നു. പണ്ട് PUBG കളിക്കുമായിരുന്നു. ഞാൻ അതിന് മുമ്പ് കളിക്കും. ഞാൻ 2 മാസം കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയപ്പോ ഞാൻ നിർത്തി. നെക്സ്റ്റ് എന്റെ പാഷൻ അതാണ്. പിന്നെ ഞാൻ എന്റെ അക്കൗണ്ട് എങ്ങനെ കൊടുത്തു PUBG അക്കൗണ്ട്. പിന്നെ ഇവർ കളിക്കുന്നതാണ് ഞാൻ നോക്കി ഇവൻ തന്നെ കളിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് കളിക്കും. നല്ല രസമാണ് കളിക്കാൻ. അപ്പൊ ഞാനത് പറഞ്ഞു ഇങ്ങനെ ഗെയിമിംഗ് ചാനൽ, അത് ഗെയിമിംഗ് കാസ്ട്രോ കാസ്ട്രോ പണ്ട് ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഹോസ്റ്റലല്ലോ മറ്റേ ബെഡ് അതിനകത്ത് ചെയ്ത് പിന്നീട് അവരുടെ അപ്ഡേറ്റ് ആണ് ഞങ്ങളോട് പറഞ്ഞു അതുപോലെ തുടർന്ന് എല്ലാം അച്ചീവ് ചെയ്യാനൊക്കെ പറ്റും നോക്കാനൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞു. കളിച്ചിട്ട് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു. കളിച്ചിട്ട് കിട്ടിയ പോകാനായിരിക്കും. എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതില് നൗഫലിക്കയ്ക്ക് പിന്നെ ഇന്നലെ ഫുള്ള് ബൂട്ട് ക്യാമ്പിലായിരുന്നു. ഇന്നലെ ശേഷം ഫുള്ള് ബൂട്ട് ക്യാമ്പിലായിരുന്നു. ബൂട്ട് ക്യാമ്പ് അമ്മോ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ നമുക്ക് ഒരു ബോയ്സ് ഹോസ്റ്റൽ വൈബായിരുന്നു മൊത്തം. ഞാൻ കയറുന്നപ്പോൾ എനിക്ക് തോന്നി ഇവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. പിന്നെ ഇവരെ കറക്റ്റ് ഒരു വാർഡനായിട്ട് നൗഫലിക്കാണ് കറക്റ്റ് ഒരു ഹോസ്റ്റൽ എടുക്കാണ്. പിന്നെ നമ്മളെ ഇന്ന് വിളിച്ചതിനും ഗീ ബോക്സിനും നൗഫലിക്കും പിന്നെ എല്ലാ സ്പോൺസേഴ്സിനും ഇന്നലെ പരിപാടി അറേഞ്ച് ചെയ്തതിനും താങ്ക് യു. ഞങ്ങൾ 10ലായിരുന്നപ്പോഴാണ് ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇത്ര ലെവലിൽ എത്തുമെന്ന് പോലും അറിയത്തില്ല. ഞാനിപ്പോ യൂട്യൂബിലായിരുന്നു. ഞാനിപ്പോ കോളേജ് ഫസ്റ്റ് ഇയർ സപ്ലി അടിച്ച് എവിടെയെങ്കിലൊക്കെ കിടക്കുമായിരുന്നു. ചിലപ്പോ വല്ല സപ്ലി കമ്പനിയിലും കിടക്കുമായിരുന്നു. ജോഷയുടെ കാരണമാണ് ഞങ്ങൾ ഇത്ര ലെവലിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം. ചിലവരെ കണ്ടിട്ട് ചോദിക്കും ഞാൻ ആർന്നാണ്. ഞാൻ വീഡിയോസൊന്നും ഇല്ല. സത്യം പറഞ്ഞു ശരിക്കും വീഡിയോസൊന്നും ഇല്ല. ബിഹൈൻഡ് സീനാണ്. ക്യാമറ, കണ്ടന്റ് എഡിറ്റിംഗ് അതുപോലെ തന്നെ ഞാനാണ്. കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ചിലവർക്ക് അറിയാം, ചിലവർക്ക് മിക്കവർക്ക് ഒട്ടുമിക്കവർക്ക് അറിയത്തില്ല ഞാൻ ആരാണ്. അങ്ങനെയൊക്കെ പറയാം. നിങ്ങളെ ഇക്കെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളിവിടെ ഇൻവൈറ്റ് നൗഫലിക്ക് താങ്ക്സ് പറയാണ്. ചട്ടം പീസിന്റെ താങ്ക്സ് പറയാണ്. പിന്നെ മാത്രമല്ല എത്ര ഓഡിയൻസ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് ഭയങ്കര വരവേൽപ്പൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ഇത് കിട്ടിയത്. ഞാൻ എത്ര എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. എനിക്കിതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഒരു PC വാങ്ങിച്ച് ഗെയിമിംഗ് കളിക്കണമെന്നുണ്ട്. പക്ഷേ പഠിപ്പിച്ചു തരുമോ? അപ്പൊ സെറ്റാക്കാം.